താൻ ചെന്ന് പറഞ്ഞേക്ക് തന്റെ തങ്കച്ചിയോട്. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തില്ലെന്ന് വെച്ച് ഞാൻ വീടിനകത്ത് കയറി അടച്ചിരിക്കാനൊന്നും പോകുന്നില്ലെന്ന്. ഇതിനേക്കാളും നല്ലൊരിടത്ത് ഞാൻ ജോയിൻ ചെയ്തിരിക്കും. തടയാൻ പറ്റുമെങ്കിൽ തടയാൻ പറ തന്റെ തങ്കച്ചിയോട്. ഇതൊക്കെ എന്തിനാ സാറേ എന്നോട് പറയണേ? ഞാൻ തങ്കച്ചിയുടെ ആളൊന്നുമല്ലല്ലോ. ആളാണ് താൻ, തങ്കച്ചിയുടെ ആളാണ്. ചോറിവിടെയും കൂറവിടെയും, അതാണ് താൻ. കേട്ട സാറേ ഇവര് പറയണത്? സാറിന് തോന്നുന്നുണ്ടോ ഞാൻ ഇവര് പറയുന്ന മാതിരി ഒരാളാണ്? സ്വാമി വാ. ഈ മരുന്നൊക്കെ നിർത്തിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. മടുത്തു. അങ്ങനൊന്നും പറയില്ലേ, ഹൃദയം പണിമുടക്കും. സ്ഥിരമായിട്ട് ഇത്രയും ഗുളികകൾ കഴിക്കുന്നത് കൊണ്ട് തീർച്ചയായും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. അത് സഹിക്കേണ്ടി വരുന്നത് ഞാൻ തന്നെയല്ലേ? വേറെ നിവൃത്തിയില്ലല്ലോ സിദ്ധേട്ട. എന്റെ സങ്കടം എന്താണെന്നറിയോ? 7-ാം തീയതിക്ക് ശേഷം ഇതൊന്നും എടുത്തുതരാൻ എനിക്ക് പറ്റില്ലല്ലോ. അതിന് പുതിയ അവകാശം വരില്ലേ ദേവിക ചേച്ചി? ഭാഗ്യം ചെയ്ത കുട്ടിയാ ദേവിക ചേച്ചി. അതുകൊണ്ടാ സിദ്ധേട്ടനെ പോലെ ഒരാളെ കിട്ടുന്ന. അല്ലെങ്കിൽ 2ാം കെട്ടുകാരിയായ ഒരാൾക്ക് ഇത്രയും നല്ലൊരാളെ ഭർത്താവായിട്ട് കിട്ടുമോ? ശരിക്കും ഭാഗ്യം ചെയ്തത് ഞാനല്ലേ? ദേവിക പോലെ ഒരാളെ ഭാര്യയായിട്ട് കിട്ടാനല്ലേ പുണ്യം ചെയ്യേണ്ടത്? പുറത്തായത് ഞാനാ.